പരീക്ഷ എഴുതാനായിട്ട് പോയിട്ട് പരീക്ഷ നടന്നില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലായിരുന്നു. ഇന്ന് എനിക്കും ചേട്ടനും PSCയുടെ എക്സാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് സ്ഥലത്ത് രണ്ട് ടൈമിലായിരുന്നു എക്സാം വന്നിരിക്കുന്നത്. ചേട്ടന് രാവിലെ ആയിരുന്നു എക്സാം, എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടുമായിരുന്നു. ചേട്ടന് എക്സാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് അർത്തിങ്കലായതുകൊണ്ട് നമ്മൾ താനുക്കുട്ടീനെയും കൂട്ടിക്കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുട്ടി അവിടെ ഇരുന്നോളൂ എന്നൊരു രീതിയിൽ നമ്മൾ കുട്ടീനെയും കൊണ്ടാണ് പോയത്. എക്സാം സെൻറ്ററിലെത്തിയപ്പോൾ പറയുന്നു എക്സാം ക്യാൻസൽ ആയിട്ടുണ്ട്, നടക്കത്തില്ലെന്ന്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അച്ഛനും മോളും കൂടെ നല്ല തകർത്ത് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ തന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ കുട്ടിയോട് പറഞ്ഞു എക്സാം നടന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പറയാം എക്സാം എഴുതാണ്ട് അമ്മേനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ ഉച്ചനേരം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. തന്നെ വാനില വേണമെന്നും പറഞ്ഞാൽ ബഹളം വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അപ്പോൾ കുറച്ച് ചേട്ടന്മാരുണ്ടല്ലോ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് മത്തിയും ചെമ്മീനും ഒക്കെ ഉണ്ടായിരുന്നു. അതും വാങ്ങി. പിന്നെ കുറച്ച് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഉണക്കമീൻ കടയുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണക്കുന്ന കുറച്ച് ഉണക്കമീനും വാങ്ങി. നങ്കാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ നമുക്ക് കൊണ്ടല്ലോ. പിന്നെ തനിക്കുട്ടി എങ്കിൽ അഴീക്കെ ബീച്ചിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഞങ്ങളെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. കാരണം ഈ വെയിലത്ത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അഴീക്കിൽ നമുക്ക് കുറച്ച് തണലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം എന്നൊരു സെറ്റപ്പിലാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ആ അഴീക്കെ പോകാമെന്ന് പറഞ്ഞതിൻ്റെ ഡാൻസാണ് ഇപ്പോൾ കളിച്ചിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. നമ്മൾ ഇറങ്ങി പള്ളിയുടെയൊക്കെ അവിടെ ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ പറഞ്ഞ് അതിനെപ്പറ്റി പറഞ്ഞിട്ട് പോകുമായിരുന്നു. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയൊരു പകുതി എത്തിയപ്പോൾ തന്നെ നല്ലൊരു മഴക്കാറ് വരുന്നത് കണ്ട്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ പറയുന്നുണ്ട് മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, പറയുന്നതിൽ തന്നെ മഴയും വന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു കടയുടെ അവിടെ കയറി നിന്നെങ്കിലും നമുക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല, കാരണം മഴ കുറയാൻ പോകുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ വേഗം കോട്ടൊക്കെ എടുത്തിട്ടിട്ട് നമ്മളെങ്കിൽ അവിടെ നിന്ന് പതുക്കെ പോകാം, ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടുണ്ടല്ലോ നേരെ അങ്ങനെ അടുത്ത ദിവസം ഓക്കെ ആയി. പിന്നെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്.